കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാർ കാണേണ്ട ഒരു കാഴ്ചയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ നിങ്ങളെ കാണിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം എന്ത് ചെയ്താലും പ്രീണനം എന്ന വാക്കെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ചില മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരുടെയൊക്കെ നിലപാട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ഇടതുപക്ഷം തെരുവിലുണ്ട്. നിങ്ങൾ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ, എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗുകാരെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമോ യോഗമോ നടത്തുന്നുണ്ടോ? നേരത്തെ പലസ്തീനിലുണ്ടായ ആക്രമണ സന്ദർഭത്തിലും കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ആ റാലികൾ സംഘടിപ്പിച്ചപ്പോൾ ന്യൂനപക്ഷ പ്രീണനമെന്നായിരുന്നു ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ്. ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമെന്നാണ്. പക്ഷേ പശ്ചിമേഷ്യൻ സംഭവം വന്നു. ഇവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിലകൊള്ളുന്ന മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തെരുവോരങ്ങളിൽ കേരളത്തിലെ CPM എന്നൊരു കൊച്ചു പാർട്ടി ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ തന്നെ അത് കണ്ടിട്ട് ട്രംപ് വിറച്ചു എന്നൊക്കെ ആക്ഷേപിക്കുമ്പോഴും ഈ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ മേലുള്ള അധിനിവേശത്തിനെതിരെ എവിടെയാണെങ്കിലും കനലൊരു തരിയുണ്ടെങ്കിൽ അത് അതിനാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസം കണ്ട ഈ കാഴ്ചയും സ്വരാജിന്റെ ഈ പ്രസംഗവും. ഇങ്ങനെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഈ നാട്ടിലെ ലീഗുകാരോ മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടിയിലുള്ളവർ നാടിന്റെ ഏതെങ്കിലും ഒരു തെരുവിൽ നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിന് വാർത്താ പ്രാധാന്യം വരികയാണെങ്കിൽ ഉടനടി എടുത്ത് പ്രയോഗിക്കും ന്യൂനപക്ഷ പ്രീണനം. പക്ഷെ അങ്ങനെയാണോ? അല്ല. ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യമാവുക, സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ഉള്ള ഇടങ്ങളിൽ ഉള്ള ആൾക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന കടന്നുകയറ്റത്തിന് കൊച്ചിയിൽ പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടനെതിരെ കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ സമരം ചെയ്താൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ചോദിച്ചവരുടെ പിന്മുറക്കാരാണ്. പക്ഷെ നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് രാജ്യത്തെമ്പാടും നടന്ന ചെറുതും വലുതുമായ സമരങ്ങളുടെ ഭാഗമായാണ് എന്ന് നമുക്കിന്നറിയാം.